നമുക്കൊന്ന് കോയമ്പത്തൂർ വരെ പോയാലോ? എറണാകുളത്ത് നിന്നും കുതിരാൻ വഴി പാലക്കാട് കൂടി തമിഴ്നാട്ടിലേക്ക്. കുതിരാൻ എത്തിക്കഴിഞ്ഞപ്പോൾ കുതിരാൻ തുരങ്കം എത്ര കണ്ടാലും മതി വരാത്തൊരു നിർമ്മിതി. പണ്ട് ഈ കുതിരാൻ തുരങ്കം പണിയുന്ന സമയത്ത് ഞാനൊന്ന് ഇതിൽ കൂടെ പോയിട്ടുണ്ട്. അന്നിത് കംപ്ലീറ്റഡ് ആയിരുന്നില്ല. അതിനുശേഷം എത്രയൊക്കെ പ്രാവശ്യം ഇതിൽ കൂടെ പോയാലും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗി നമുക്ക് പിന്നെയും പിന്നെയും കാണാൻ തോന്നിക്കുന്ന രീതിയിലാണ്. കുതിരാൻ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് പഴയ കെട്ടിടങ്ങളും കണ്ട് നമ്മൾ നേരെ ചെന്നത് കുതിരാൻ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അവിടേക്കാണ്. പണ്ടൊക്കെ ഒരുപാട് വണ്ടികൾ പോയിട്ടിരുന്ന വഴിയാണ്. ഇപ്പോൾ ആരും അധികം പോവാറില്ല. ആ അമ്പലം പിന്നിട്ട് പാലക്കാടിൻ്റെ കുറച്ച് ഭംഗി, പഴയ പഴയ ഫാക്ടറികൾ, ആടുകൾ മേയുന്ന സ്ഥലങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ കുറച്ച് ഗ്രാമീണ ഭംഗികളൊക്കെ കണ്ട് അവരുടെ കുറച്ച് അമ്പലങ്ങളും ആചാരങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ കോയമ്പത്തൂർ ഇഷായോഗ സെൻറ്ററിലേക്ക്. ഏക്കർ കണക്കിന് പരന്ന് നടക്കുന്ന ഇഷായോഗ സെൻറ്ററിൻ്റെ നടുക്ക് മഹാദേവൻ്റെ മനോഹരമായൊരു ശില്പം, കാളവണ്ടി യാത്രകളും ഏക്കർ കണക്കിന് പരന്ന് നടക്കുന്ന ആദിയോഗി സെൻറ്ററിൻ്റെ കാഴ്ചകളും കണ്ട് തിരിച്ച്